രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടിയെന്നുള്ളതാണ്. പെട്രോളിന് 86 പൈസയും ഡീസൽ 81 പൈസയും കൂടിയെന്നാണ് വിനീത വിജി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇന്ധന വില കൂടുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വില ചെറുതായിട്ട് കൂട്ടി തുടങ്ങി. പക്ഷേ രാജ്യാന്തര തലത്തിൽ ഇന്ധനത്തിനുണ്ടായിരിക്കുന്ന ക്ഷാമം തന്നെയാണ് പ്രശ്നം. പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ ഇതിന് വഴിമരുന്നായിട്ടുണ്ട് എന്നുള്ള നേരമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവൊന്നും വലുതായിട്ടില്ല. ഓരോ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ഓരോന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നു. ഓൾമോസ്റ്റ് കടലിടുക്കൊക്കെ തുറന്ന് സ്വതന്ത്രമായി ഇന്ത്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വരാൻ കാരണമായാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വില കൂട്ടലിനെ കുറിച്ച് അറിയാൻ ഡൽഹിയിലേക്കൊന്ന് പോകണം. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഈ പെട്രോൾ വില വർധനവിൽ ഒരു നേരിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. ഇന്ധന വിലയിൽ ഒരു നേരിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഒപ്പം തന്നെ ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പെട്രോളിനും ഡീസലിനും ഒക്കെ 3 രൂപ വീതം വർധനവുണ്ടായിരുന്നു. ഒപ്പം തന്നെ LPG ഒക്കെ വർധനവുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നും ഇന്ധന വിലയിൽ ഒരു നേരിയ വർധനവുണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം കൂടി കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും കേന്ദ്രം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അസംസ്കൃത എണ്ണ ഒപ്പം തന്നെ PNG, LPG എന്നിവ മതിയായ അളവിൽ ലഭ്യമാണെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഒരു വാദമുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ കേന്ദ്രം പറയുമ്പോഴും ഇന്നലെ അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. ഹർദീപ് സിംഗ് പുരി അത് വ്യക്തമാക്കിയിരുന്നു. ഇന്നിതാ തൊട്ട് പിന്നാലെ ഒരു നേരിയ വർധനവ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നു. ഏതാണെങ്കിലും സാധാരണക്കാർക്ക് അത് വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് വിയറ്റ്നാം പതാക ഏന്തിയ ഒരു NV സൺഷൈൻ LPG കപ്പൽ ഇന്ന് മംഗ്ലൂർ തീരത്ത് കൂടി എത്തുന്നുണ്ട്. ഈ പശ്ചിമേഷ്യൻ യുദ്ധവും നിലവിലെ സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ വില വർധനവിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുന്നതെന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇതിനു നേരെ ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മോദി സർക്കാരിന്റെ തിരിച്ചുപിടിക്കൽ ആരംഭിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ വർധനവുണ്ടായ ഘട്ടത്തിൽ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. SK പ്രിയപ്പെട്ടവരെ, കൊച്ചിയിലെ ഒരു പെട്രോൾ പമ്പിന് മുമ്പിൽ നമ്മുടെ വിഷ്ണു സുരേഷ് നിൽപ്പുണ്ട്. നമുക്ക് അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം. നഗരങ്ങളിലെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ വേണ്ടി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, നമ്മുടെ ഇന്ധനവില കൂടി രണ്ടാം തവണയും. എന്താണ് നമ്മുടെ ഉപഭോക്താക്കളുടെ ഒരു പ്രതികരണം? എസ്കേൻ, പെട്രോൾ വില ഒരു രക്ഷയുമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൊച്ചിയിൽ പെട്രോളിന്റെ വില അത് 108.76 രൂപയായിരുന്നു. ഇന്ന് നേരം വെളുപ്പത്തേക്ക് അത് 109.71 എത്തി. അങ്ങനെ ഓരോ ദിവസവും പെട്രോളിന്റെ വില കുതിച്ചുയരുകയാണ്. അത് സാധാരണക്കാരുടെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ ആളുകൾ കടന്നു പോകുന്നു. ചേട്ടാ, പെട്രോൾ വില എല്ലാ ദിവസവും കൂടി വരുവാണ്. പെട്രോൾ അടിച്ചിട്ടില്ല, കൂടാണ്ട് ഓരോ ദിവസം കൂടി വലിയ പ്രശ്നമാണ്. അതാണ് പെട്രോൾ വില. ഈ പമ്പിൽ ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് രാവിലെ അടിച്ചിട്ട് പോകുമ്പോൾ ഒരു വിലയും, പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ തന്നെ മറ്റ് സമയത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു വിലയും നൽകേണ്ട സാഹചര്യമാണ് നിലവിൽ കൊച്ചിയിലുള്ളത്. ഈ കൊച്ചിയിൽ പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നത് വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാറേ, പെട്രോൾ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? I can speak Malayalam. I can't speak Malayalam. Petrol prices hiring daily. Yeah, it will be natural because worldwide it is hiking. It is natural, no? So it's going to happen like that. പെട്രോൾ വില വർദ്ധിക്കുന്നത് ബാധിക്കാത്ത ആളുകളും ഉണ്ട് എന്നാണ് ആ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കൊച്ചിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചൊക്കെ പച്ചക്കറികൾ പോലുള്ള വസ്തുക്കൾ എത്തുന്നത് ലോറിയിലാണ്. അപ്പോൾ ലോറിയിലേക്ക് ആ വസ്തുക്കൾ എത്തുമ്പോൾ അവരുടെ വെയിറ്റിംഗ് ചാർജ്, അവരുടെ വരവ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ വർദ്ധിക്കും. അത് സ്വാഭാവികമായും പച്ചക്കറികളിലേക്ക് ഇമ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 1 കിലോ പച്ചക്കറിക്ക് 30 മുതൽ 40 പൈസ വരെ വർദ്ധിക്കും എന്നാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. SK, ഈ പെട്രോൾ വില വർധനവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.